എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്, ചിക്കൻ ഹരിയാലി അല്ലെങ്കിൽ ഹരിയാലി ചിക്കൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കളിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി നമുക്കൊരു മിക്സ് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. അതിനൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1 കപ്പ് പുതിനയിലയും 1 കപ്പ് മല്ലിയിലയും, ഈ പുതിനയിലയും മല്ലിയിലയും ഒക്കെ ഫ്രഷ് ആയിരിക്കണം, എന്നാലാണ് ആ ചിക്കൻ്റെ ആ കളർ ശരിയായി വരുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 8 പച്ചമുളക്, ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം എരിവുള്ള മുളകാണ്. എരിവ് കൂടിയ മുളകുകളാണെങ്കിൽ 8 എടുക്കണ്ട, നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ചെടുത്തോളൂ കേട്ടോ. ഇനി വേണ്ടത് 1 കപ്പ് പുളിയില്ലാത്ത തൈരാണ്. ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഈ ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് 2 കറുവാപ്പട്ടയും 2 ഗ്രാമ്പൂവും 2 ഏലക്കായും 1 ബേ ലീഫും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചതും. ജിഞ്ചർ ഗാർലിക് ചതച്ചതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവാം. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവാളൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ്റെ കൂടെ 1 ടീസ്പൂൺ ജീരകം ക്രഷ് ചെയ്തതും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് ചിക്കൻ ഒരു വൈറ്റ് കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഒരു 4-5 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ചെറുതായി വെന്ത് വൈറ്റ് കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റോളം നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 10 മിനിറ്റിനുള്ളിൽ നമ്മൾ 1-2 പ്രാവശ്യം തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിരുന്നു. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി നമ്മൾ കൈകൊണ്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കണം. ഇപ്പോൾ 5 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഞാൻ 1 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഹരിയാലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിംഗ് ബോളിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഡിഷ് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് അല്പം മല്ലിയില നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിൽ ആവാട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.